വിവാഹം എന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണോ അതോ രണ്ടു പേർ തമ്മിലുള്ള ബന്ധമാണോ? വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അപ്പോൾ തന്നെ ആ ബന്ധത്തിൽ രണ്ട് കുടുംബങ്ങൾക്കും പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടെന്നുള്ളതാണ്. മിക്കവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ വിവാഹം കഴിഞ്ഞാലും തീരുമാനങ്ങൾ എടുക്കേണ്ടത് മാതാപിതാക്കളാണെന്നുള്ളതാണ്. പക്ഷേ വാസ്തവത്തിൽ അത് തെറ്റാണ്. കുടുംബ ബന്ധങ്ങളിൽ അഭിപ്രായം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ തീരുമാനമെടുക്കുന്നത് അതിൻ്റെ അവസാനത്തെ വാക്ക് മാതാപിതാക്കളോ മറ്റുള്ള കുടുംബങ്ങളോ ആകുമ്പോഴാണ് അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് ജോലി കിട്ടി, അവർ വേറൊരു നഗരത്തിലേക്ക് മാറുകയാണ്. രണ്ടുപേർക്കും അത് ഇഷ്ടമാണ്. അപ്പോഴാണ് ഭർത്താവിൻ്റെ അച്ഛൻ പറയുന്നത് അവിടെ ജോലിക്ക് പോകണ്ട, ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്താൽ മതിയെന്ന്. ഒരു ലളിതമായൊരു ചോദ്യം തിരിച്ച് നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. ശരിക്കും ഇത് ഉപദേശം നൽകുകയാണോ അതോ നമ്മുടെ വിഷയങ്ങളിൽ അവരുടേതായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണോ എന്നുള്ള ആ ഒരു ചോദ്യം കൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാം. കുടുംബത്തിൻ്റെ ഇടപെടൽ കാരണം ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാനസിക വിഷമം എന്താണ്? ഈ കുടുംബങ്ങളുടെ അമിത ഇടപെടൽ കാരണം ദാമ്പത്യത്തിൽ പങ്കാളികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മാനസിക വേദന ഞാൻ ഈ ബന്ധത്തിൽ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. എനിക്കാരുമില്ല. ഈ പണം എന്നുള്ളത് വെറും ഒരു സാമ്പത്തിക വിഷയം മാത്രമല്ല. ഈ പണത്തിൻ്റെ ഇടപെടലുകളും അത് സംബന്ധിച്ചിട്ടുള്ള തുറന്നു പറച്ചിലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളും അതും ഒരു ബന്ധത്തെ ദൃഢമാക്കി നിർത്തുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. നമസ്കാരം. ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു വിവാഹം എന്നാൽ രണ്ടാളുകളുടെ ജീവിതയാത്രയാണ്. എന്നാൽ ഈ യാത്രയെ പലപ്പോഴും സ്വാധീനിക്കുന്നത് അവരുടെ കുടുംബങ്ങൾ കൂടിയാണ്. കുടുംബത്തിൻ്റെ സ്നേഹവും പിന്തുണയും നമുക്ക് വളരെ അത്യാവശ്യമാണ്. എന്നാൽ കുടുംബത്തിൻ്റെ ഈ സ്നേഹവും കരുതലും എപ്പോഴാണ് അമിതമായ ഇടപെടലായി മാറുന്നത്? അത് ഒരു ബന്ധത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും ദിശ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഫേബിൾ വർഗീസാണ്. അദ്ദേഹം ടോക്കച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സൈക്കോളജി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയാണ്. ഡോക്ടർ, ഈ പോഡ്കാസ്റ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഡോക്ടർ, വിവാഹം എന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണോ അതോ രണ്ടു പേർ തമ്മിലുള്ള ബന്ധമാണോ? ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അപ്പോൾ തന്നെ ആ ബന്ധത്തിൽ രണ്ട് കുടുംബങ്ങൾക്കും പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടെന്നുള്ളതാണ്. മിക്കവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ വിവാഹം കഴിഞ്ഞാലും തീരുമാനങ്ങൾ എടുക്കേണ്ടത് മാതാപിതാക്കളാണെന്നുള്ളതാണ്. പക്ഷേ വാസ്തവത്തിൽ അത് തെറ്റാണ്. ഒരു ദാമ്പത്യം, ഒരു വിവാഹം ഒരു പുതിയ കുടുംബത്തിൻ്റെ രൂപീകരണമാണ്. അങ്ങനെ വരുമ്പം ആ പുതിയ കുടുംബത്തിൻ്റെ രൂപീകരണത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ ദമ്പതികൾ തന്നെയാണെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ചില ദാമ്പത്യങ്ങളിൽ ചില കുടുംബങ്ങളുടെ അമിതമായിട്ടുള്ള ഇടപെടലുകൾ ഈ ദാമ്പത്യത്തിൻ്റെ സമാധാനത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ അഭിപ്രായം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ തീരുമാനമെടുക്കുന്നത് അതിൻ്റെ അവസാനത്തെ വാക്ക് മാതാപിതാക്കളോ മറ്റുള്ള കുടുംബങ്ങളോ ആകുമ്പോഴാണ് അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് ജോലി കിട്ടി, അവർ വേറൊരു നഗരത്തിലേക്ക് മാറുകയാണ്. രണ്ടുപേർക്കും അത് ഇഷ്ടമാണ്. അപ്പോഴാണ് ഭർത്താവിൻ്റെ അച്ഛൻ പറയുന്നത് അവിടെ ജോലിക്ക് പോകണ്ട, ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഈ നിർദ്ദേശം കേട്ടിട്ട് ആ ഭർത്താവ് ഭാര്യയോട് പോലും ചോദിക്കാതെ തീരുമാനമെടുക്കുന്നു അങ്ങോട്ട് ജോലിക്ക് പോകണ്ട എന്നുള്ളത്. ഈ വിഷയം ആ ദാമ്പത്യത്തിൽ ഒരു പ്രശ്നമായിട്ട് വരികയാണ്. ഇവിടുത്തെ പ്രശ്നം അച്ഛൻ അഭിപ്രായം പറഞ്ഞതല്ല പ്രശ്നം. അച്ഛൻ പറഞ്ഞ അഭിപ്രായത്തെ പങ്കാളിയോട് ചോദിക്കാതെ ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ ആ ഭർത്താവ് ഏകപക്ഷീയമായ തീരുമാനമെടുത്തതാണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. ഇതേ സാഹചര്യം വേറൊരു കുടുംബത്തിലാണെന്ന് വിചാരിച്ചു. രണ്ട് മക്കൾ അല്ലെങ്കിൽ ഈ ഭാര്യയും ഭർത്താവും ജോലിക്ക് വേണ്ടി വേറെ സ്ഥലത്ത് പോകാൻ തീരുമാനിക്കുന്നു. അവിടെ മാതാപിതാക്കൾ പറയുന്നു, ശരിക്കും നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതാണ് ഞങ്ങൾക്കിഷ്ടം, പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനം അതിനകത്ത് എടുത്തോളൂ. ഇതാണ് ആരോഗ്യപരമായിട്ടുള്ള ഇടപെടൽ. അപ്പോൾ വിവാഹം എന്നുള്ളത് തികച്ചും രണ്ടു പേർ തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അപ്പോൾ തന്നെ ഇരു കുടുംബങ്ങൾക്കും ആ ബന്ധത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടെന്നുള്ളതും വസ്തുതയാണ്. അഭിപ്രായങ്ങൾ നമുക്കാകാം, പക്ഷേ നിയന്ത്രണങ്ങളാണ് പലപ്പോഴും ഈ ബന്ധത്തിൽ അപകടമായിട്ട് വരുന്നത്. ഒരു ബന്ധത്തിൽ കുടുംബത്തിൻ്റെ സ്നേഹവും പിന്തുണയും വളരെ അത്യാവശ്യമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ സ്നേഹവും കരുതലും അമിതമായ ഇടപെടലായി മാറുകയും ബന്ധത്തെ അത് ബാധിക്കുകയും ചെയ്യാറുണ്ട്.
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ ശരിയായിട്ടുള്ള സ്നേഹവും അമിതമായ ഇടപെടലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുക? ഒരു ദാമ്പത്യത്തിൽ മാതാപിതാക്കളുടെ ആവട്ടെ കുടുംബക്കാരുടെ ആവട്ടെ സ്നേഹം എന്താ, അമിത ഇടപെടൽ എന്താ നമുക്ക് തിരിച്ചറിയാൻ ഒരു ലളിതമായൊരു ചോദ്യം തിരിച്ച് നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. ശരിക്കും ഇത് ഉപദേശം നൽകുകയാണോ അതോ നമ്മുടെ വിഷയങ്ങളിൽ അവരുടേതായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണോ എന്നുള്ള ആ ഒരു ചോദ്യം കൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാം. ശരിക്കും ഒരു ദാമ്പത്യത്തിൽ കുടുംബാംഗങ്ങളുടെ സ്നേഹം ആ ദാമ്പത്യത്തെ ശക്തീകരിക്കുകയാണ്. പക്ഷേ അമിത ഇടപെടൽ എന്ന് പറഞ്ഞാൽ അവരെ അശക്തരാക്കി മാറ്റുകയാണ്. സ്നേഹം എന്ന് പറയുമ്പം ബൗണ്ടറികൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് അവർ അഭിപ്രായങ്ങൾ പറയും, പക്ഷേ കടന്നുകയറ്റങ്ങൾ ഉണ്ടാവത്തില്ല. അവിടെ ഈ പങ്കാളിയുടെ കുറ്റങ്ങൾ പരസ്പരം അവർ പറഞ്ഞു കേൾപ്പിക്കത്തില്ല. അമിത ഇടപെടലിലേക്ക് വരുമ്പം പങ്കാളിയുടെ കുറ്റങ്ങൾ പറയുന്നു, ഓരോ വാക്കുകളിലും അവർ കയറി ഇടപെടുന്നു, ഓരോ തീരുമാനങ്ങളും അവർ നിയന്ത്രിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പാറ്റേണാണ് ഒരു ദാമ്പത്യത്തിലെങ്കിൽ അവിടെ ഈ കുടുംബത്തിൻ്റെ സ്നേഹമല്ല, അതിന് നമുക്ക് അമിത ഇടപെടൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഒരു ഭർത്താവ് ശമ്പളം കിട്ടുമ്പോഴൊക്കെ അതെല്ലാം അദ്ദേഹത്തിൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അമ്മയാണ് തീരുമാനിക്കുന്നത് ഈ ശമ്പളം എത്ര ചിലവാക്കണം, എത്ര ഭാര്യയ്ക്ക് കൊടുക്കണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാ തീരുമാനങ്ങളും സാമ്പത്തിക വിഷയങ്ങളിൽ അമ്മയാണ് തീരുമാനിക്കുന്നത്. ഇതേപോലെ വേറൊരു വിഷയം, ആ വിഷയത്തിൽ ഭാര്യയ്ക്ക് സുഖമില്ല, അമ്മായിമ്മ വന്നിട്ട് അവിടുത്തെ കുഞ്ഞിനെ നോക്കുന്നു, അവിടെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. അത് അമിത ഇടപെടലല്ല, അത് സ്നേഹമാണ്. നേരത്തെ പറഞ്ഞ സാമ്പത്തിക വിഷയത്തിന് ഉദാഹരണം സ്നേഹമല്ല, അത് അമിത ഇടപെടലാണ്. അമിത ഇടപെടൽ വരുമ്പോഴാണ് അത് ദാമ്പത്യത്തെ ബാധിക്കുന്നത്. ശരിക്കും എല്ലാ ദാമ്പത്യങ്ങളിലും കുടുംബക്കാരുടെ സ്ഥാനവും മാതാപിതാക്കളുടെ സ്വാധീനമൊക്കെ ഏറ്റവും അനുഗ്രഹമാണ്. പക്ഷേ അത് അമിതമായിട്ട് പോകുമ്പോഴാണ് ആ ദാമ്പത്യത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റത്തെ അത് തടയുന്നത്. ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ എപ്പോഴാണ് ഈ നല്ല ഉദ്ദേശത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇടപെടലുകൾ അൺഹെൽത്തി ആയിട്ട് മാറുന്നത്? സാധാരണയായിട്ട് മിക്ക ബന്ധങ്ങളിലും കേൾക്കുന്നൊരു വാചകമാണ്, ഇത് ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നതെന്ന്. പക്ഷേ എല്ലാ ഉദ്ദേശങ്ങളും എപ്പോഴും നല്ല ഫലം തന്നെ തന്നോണമെന്ന് നിർബന്ധമില്ല. ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന രീതിയിൽ പറയുന്നതെങ്കിലും പലപ്പോഴും അതിൻ്റെ ഫലം നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഏതൊക്കെ രീതിയിലാണ് അത് ബന്ധങ്ങളെ ബാധിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്, ഇത്തരത്തിലുള്ള വാചകങ്ങളിൽ കൂടെ സകല തീരുമാനങ്ങളും ദമ്പതികൾക്ക് എടുക്കാൻ കഴിയാതെ കുടുംബമോ മാതാപിതാക്കളോ അത് എടുക്കുകയാണ്. എവിടെ താമസിക്കണം, എവിടെ ജോലിക്ക് പോകണം, എപ്പോൾ കുഞ്ഞുണ്ടാകണം, ഇത്തരം തീരുമാനങ്ങളൊക്കെ ഇതെല്ലാം പറയുന്നത് ഞങ്ങൾ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നതെന്നാണ്. അഭിപ്രായങ്ങളൊക്കെ കുടുംബക്കാർക്ക് പറയാം, പക്ഷേ അവസാനത്തെ തീരുമാനവും ആ ദാമ്പത്യത്തിലെ അവസാനത്തെ വാക്കും പങ്കാളിക്കായിരിക്കണം. ഇതേപോലെ തന്നെ ഈ വാചകം പറഞ്ഞ് ഈ ദാമ്പത്യങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന വേറൊരു അവസ്ഥയുണ്ട്. ഒരു പങ്കാളിയെ വേറൊരു പങ്കാളിക്ക് നേരെ തിരിക്കുക. അവിടെ പറയുന്നതും ഇത് ഞങ്ങൾ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. അതായത് ചിലർ പറയും നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ വേറെ ചിലർ പറയും നിൻ്റെ ഭാര്യയാണ് നിന്നെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ കൂടെ ചേർത്ത് വയ്ക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇത് ഞങ്ങൾ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഉദ്ദേശം നല്ലതായിരിക്കാം, പക്ഷേ അതെപ്പോഴും നല്ല ഫലം തന്നോണം നിർബന്ധമില്ല. അതുകൊണ്ട് ഈ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് എന്ന രീതിയിൽ പറയുന്ന ഇത്തരം വാചകങ്ങൾ എല്ലായ്പ്പോഴും അത് ആരോഗ്യപരമായ രീതിയിലല്ല അവസാനിക്കുന്നത്. മിക്കപ്പോഴും അത് ഈ ദാമ്പത്യങ്ങളെ ബാധിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ചില ദമ്പതികൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും വീട്ടുകാരുമായി പങ്കുവയ്ക്കുന്നത്? ദമ്പതികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ നിരന്തരം വീട്ടുകാരെ വിളിച്ചറിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും ഇതൊരു മോശം ശീലമാണ്. ഇതൊരു മോശം ശീലം മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ മനഃശാസ്ത്രപരമായിട്ട് ചില കാരണങ്ങൾ കൂടെയുണ്ട്. അതിലൊന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കാലത്തെ ആശ്രിതത്വമാണ്, ചൈൽഡ്ഹുഡ് അറ്റാച്ച്മെൻറ്റ്. ചെറുപ്പത്തിൽ ഒക്കെ ആയിരുന്നപ്പം എന്തും ഏതൊരു കാര്യവും വിഷമം വന്നാലും വഴക്കുകളുണ്ടായാലും അത് മാതാപിതാക്കളോട് പറയുന്നൊരു ശീലമുണ്ട്. ചില ആളുകൾ വിവാഹിതരായതിനു ശേഷവും ഈ ശീലത്തിൽ നിന്ന് മാറുന്നില്ല. എന്ത് ചെറിയ കാര്യം വന്നാലും അവർക്കത് മാതാപിതാക്കളോട് പറയണം. അങ്ങനെ ഇത്തരത്തിലുള്ള രീതികളിലേക്ക് വരുന്ന ചില ദമ്പതികളുണ്ട്. വേറെ ചിലരുടെ കാര്യങ്ങളിൽ അങ്ങനെയല്ല. അവർക്ക് ഒരു വാലിഡേഷൻ വേണം, എന്തിലും ഒരു ശരി അവർക്ക് കിട്ടണം. അപ്പോൾ ഒരു ദാമ്പത്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുന്നു. ആ ഭാര്യ സ്വന്തം വീട്ടുകാരെ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ ആ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ അനിയനെ വിളിച്ചു പറയുന്നു. ഈ കേൾക്കുന്നവർ ഒരു വശം മാത്രമാണല്ലോ കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പം അവരതിനകത്ത് പറയുന്നയാളെ ശരിയാണെന്ന് പറയും. പറയുന്ന ആൾക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു വാലിഡേഷൻ വേണം. അപ്പോൾ ദാമ്പത്യത്തിൽ ഇത് പറയുമ്പോൾ പലപ്പോഴും വഴക്കാണ്, പുറമേ ഉള്ള ഒരാളിലേക്ക് പറയുമ്പോൾ ഒരു വാലിഡേഷൻ കിട്ടും. അതുകൊണ്ടും ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, പങ്കാളിയോട് തുറന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാകുമോ
എന്നെ മനസ്സിലാക്കാതിരിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഈ പങ്കാളികൾക്ക് പരസ്പരം തുറന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോഴാണ് ചിലർ മിക്കപ്പോഴും അവരുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെയോ ഉൾപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ദാമ്പത്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം അത് അപ്പോൾ തന്നെ കുടുംബക്കാരോടും മാതാപിതാക്കളോടൊക്കെ ചില ആളുകൾ വിളിച്ചു പറയുന്നതിൻ്റെ പുറകിലുള്ള മനഃശാസ്ത്രപരമായ കാരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയോ ഭർത്താവോ സ്വന്തം കുടുംബത്തിൻ്റെ അഭിപ്രായത്തിന് സ്വന്തം പങ്കാളിയുടെ അഭിപ്രായത്തേക്കാൾ കൂടുതൽ വില കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ദാമ്പത്യം എന്നത് ഒരു പുതിയ ടീമിൻ്റെ രൂപീകരണമാണ്. ആ ടീമിൻ്റെ അടിത്തറ തന്നെ വിശ്വാസമാണ്. ആ വിശ്വാസം കിട്ടണമെങ്കിൽ നമ്മുടെ പങ്കാളി നമ്മുടെ വാക്കുകൾക്ക് ഒരു പ്രാമുഖ്യം തരുന്നതായിട്ട് നമുക്ക് തോന്നണം. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് നമ്മുടെ പങ്കാളിക്ക് അവർ വില കൊടുക്കുന്നത് അവരുടെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും വില കൊടുക്കുന്നതായിട്ട് ചിലർക്ക് അത് തോന്നാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവും ഭാര്യയും കൊണ്ട് ഒരു വീട് കാണുന്നു, വീട് വാങ്ങാൻ അവർ തീരുമാനിക്കുന്നു. അപ്പോൾ തന്നെ ഭർത്താവ് പറയുന്നു, ഞാൻ അമ്മയോട് ചോദിക്കട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞാൽ വാങ്ങുന്നു, അമ്മ പറഞ്ഞില്ലെങ്കിൽ അത് വാങ്ങാതിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ആ പങ്കാളിക്ക് തോന്നുന്നത്, ആ ഭാര്യയ്ക്ക് തോന്നുന്നത്, എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയൊന്നുമില്ല, എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ല. നേരെ തിരിച്ച് വേറെ ഉദാഹരണം കൂടെ പറയാം. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു ടൂറിന് പോകാൻ തീരുമാനിക്കുന്നു. ഭാര്യ അപ്പം തന്നെ ഭാര്യയുടെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു, ഞങ്ങൾ ടൂറിന് പോകുവാന്ന്. ഇത് കേൾക്കുന്ന ഭാര്യയുടെ വീട്ടുകാർ പറയുന്നു, ഇപ്പോഴാണോ ടൂറിന് പോകുന്നത്, ഇപ്പോൾ ടൂറിന് പോകേണ്ട സമയമൊന്നും അല്ല എന്ന് പറയുന്നു. ആ വാക്ക് കേട്ടിട്ട് ഈ ഭാര്യ പറയുവാണ് ഭർത്താവിനോട്, നമുക്ക് ടൂറിന് പോകണ്ട. ഇത് കേൾക്കുന്ന ഭർത്താവിന് തോന്നുന്നത് എന്താണ്? എൻ്റെ വാക്കിന് ഇവിടെ യാതൊരു വിലയില്ല, അവളുടെ വീട്ടുകാർ പറയുന്നത് കേട്ട് അവളത് ചെയ്യുന്നു. ഇത്തരത്തിൽ സ്വന്തം പങ്കാളിയുടെ വാക്കിനേക്കാൾ വീട്ടുകാരുടെ വാക്കിന് വില കൊടുക്കുന്നു എന്നൊരു തോന്നൽ വരുമ്പം ഈ പങ്കാളികൾ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന് അതൊരു വിഘാതം സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ പങ്കാളികൾക്ക് തമ്മിലുള്ള പ്രാധാന്യം കുറയുന്നതായിട്ട് തോന്നും. ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് പയ്യെ അവിടെ രൂപപ്പെടും. കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിനക്കൊരു വിലയില്ലല്ലോ എന്നൊരു തോന്നൽ വരും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ദാമ്പത്യത്തിലൊരാവശ്യം വരുമ്പം കുടുംബക്കാരോടോ മാതാപിതാക്കളോടോ അഭിപ്രായം ചോദിക്കേണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അഭിപ്രായമൊക്കെ നമുക്ക് ചോദിക്കാം, പക്ഷേ തീരുമാനമെടുക്കുന്ന അവസാനത്തെ വാക്ക് അത് ദമ്പതികളുടേത് തന്നെ ആയിരിക്കണം. ഒരു വിവാഹ ജീവിതത്തിൽ ചെറിയ വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഓരോ വഴക്കിലും വീട്ടുകാരെ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ശീലം ഉണ്ടാവുമ്പോൾ അത് ബന്ധത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അത്തരത്തിലുള്ള ശീലങ്ങൾ ദാമ്പത്യത്തെ തികച്ചും നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുക. ചട്ടിയും കലമാണെങ്കിൽ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. ദാമ്പത്യമൊക്കെ ആകുമ്പോൾ ചെറിയ വഴക്കുകളും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ ദാമ്പത്യങ്ങളിലും ഉണ്ടാകും. ഈ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതിലേക്ക് വീട്ടുകാരെയോ മാതാപിതാക്കളെയോ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം അപകടകരമായിട്ടുള്ള ഒരു വിഷമവൃത്തം, ഒരു വിഷ്യസ് സൈക്കിൾ അവിടെ രൂപം കൊള്ളുകയാണ്. അത് ഈ ദാമ്പത്യത്തെ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പല തടസ്സങ്ങളും ഉണ്ടാക്കും. തിങ്കളാഴ്ച വഴക്കുണ്ടാകുന്നു, അമ്മയെ വിളിച്ചു പറയുന്നു. ബുധനാഴ്ച വീണ്ടും വഴക്ക്, അമ്മയെ വിളിച്ചു പറയുന്നു. വെള്ളിയാഴ്ച വഴക്ക്, അമ്മയെ വിളിച്ചു പറയുന്നു. അമ്മ എന്നുള്ളത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. കുടുംബത്തിൽ ആരെങ്കിലും വിളിച്ചു പറയുന്നു. ഇത് കേൾക്കുന്ന കുടുംബക്കാരുടെ വിചാരം ഈ ദാമ്പത്യത്തിൽ സ്ഥിരം വഴക്കാണെന്നാണ്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ഇവരോട് വിളിച്ചു പറയാത്ത ഒരുപാട് നല്ല നിമിഷങ്ങൾ ഈ ദമ്പതികളുടെ ഇടയിൽ ഉണ്ടാകും. കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കുന്ന കാര്യം എന്താ? ഇത് സ്ഥിരം വഴക്ക് മാത്രമാണ്. അങ്ങനെ വരുമ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബക്കാർക്കോ മാതാപിതാക്കൾക്കോ ഈ ദാമ്പത്യത്തിലുള്ള സകല വിശ്വാസവും നഷ്ടപ്പെടും. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെടുമ്പം അവരുടെ തിരിച്ചുള്ള മറുപടികൾ ഇനി ഇത് വേണ്ട, ഇനി ഇത് ശരിയാവത്തില്ല എന്നായിരിക്കും. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. നല്ല നിമിഷങ്ങളൊക്കെ ഈ ദാമ്പത്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ കോൺഫ്ലിക്റ്റ് റെസല്യൂഷൻ അത് ഈ ദമ്പതികൾ തന്നെയാണ് അത് വരുത്തേണ്ടത്, സാധിക്കേണ്ടത്. എപ്പോഴും മൂന്നാമതൊരാളെ ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി അവിടെ രൂപപ്പെടും. ഈ വൈകാരിക ആശ്രിതത്വം ഒരു ദാമ്പത്യത്തിൽ മൂന്നാമതൊരാളിലേക്ക് എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഈ ദമ്പതികൾക്ക് ഈ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ വരുമ്പം അപ്പോൾ തന്നെ അത് വേറൊരാളോട്, പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള ആൾക്കാരോടൊക്കെ സ്ഥിരമായിട്ട് പറയുന്നത് അത് ഒരു നല്ല ദാമ്പത്യത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ലക്ഷണമല്ല. ഒരു ദാമ്പത്യത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ നിൽക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ സ്വകാര്യ കാര്യങ്ങൾ പോലും കുടുംബാംഗങ്ങളുമായി പങ്കിടേണ്ടി വരുമ്പോൾ അവരുടെ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദാമ്പത്യത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങൾ അതിനുണ്ട്, പല മാനങ്ങളുണ്ട്.
അതിലൊന്ന്, ഞാൻ നിന്നോട് പങ്കുവെക്കുന്ന കാര്യങ്ങൾ അത് നിന്നിലും നമ്മിലും സുരക്ഷിതമാണെന്ന് പങ്കാളിക്ക് ഉണ്ടാകേണ്ട ഒരു തോന്നലാണ്. ഈ ചില രഹസ്യങ്ങളൊക്കെ പങ്കാളി മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ച് പങ്കിടും. അത് പിന്നീട് കുടുംബക്കാരിലേക്ക് എത്തുമ്പം ഇത് ആ രഹസ്യം പങ്കുവെച്ച പങ്കാളിക്ക് അത് വല്ലാത്ത ഒരു അരക്ഷിത ബോധം ഉണ്ടാക്കിയെടുക്കും. ഇത് ദാമ്പത്യത്തിൻ്റെ ആ സുരക്ഷിതത്വത്തെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. ഇമോഷണൽ സെക്യൂരിറ്റിയെ ഇത് ബാധിക്കാറുണ്ട്. ഒരു ഭർത്താവ് ഭാര്യയോട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറയുന്നു. ഭാര്യ മാത്രം അറിയാൻ വേണ്ടി അത് പറയുന്നത്. പക്ഷേ പിറ്റേ ദിവസം ഭാര്യ വീട്ടുകാരോട് സംസാരിച്ചപ്പം ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവർ പരാമർശിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഭർത്താവിനൊരു തോന്നൽ വരുവാണ്, ഞാൻ എൻ്റെ ഭാര്യയോട് മാത്രം പറഞ്ഞ കാര്യം അത് ഭാര്യ വീട്ടുകാരറിഞ്ഞു. അപ്പോൾ അവിടെ കിട്ടുന്നൊരു കൺക്ലൂഷൻ എന്താ? ഞാൻ ഇനി എന്ത് പറഞ്ഞാലും അതെല്ലാവരും അറിയും. അന്ന് തൊട്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കാതാവുന്നു. ഇത് നേരെ തിരിച്ചുകൊണ്ട് ഒരു ഭാര്യ ആ ഭാര്യയുടെ വിഷമം വേറെ ആരും അറിയാതിരിക്കാൻ അത് ഈ ഭർത്താവിനോട് പറഞ്ഞു. അവർക്ക് നേരിട്ട് എന്തോ ഒരു വിഷമമാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസം എപ്പോഴോ അമ്മായിമ്മ എന്തോ സംസാരിച്ച് വന്നപ്പം ഭാര്യയ്ക്ക് നേരിട്ട ഈ വിഷമത്തെക്കുറിച്ച് അവരുടെ സംസാരത്തിൽ പരാമർശിക്കുകയാണ്. അപ്പോൾ വേറെ ആരും അറിയാതെ ഭർത്താവിനോട് മാത്രം പറഞ്ഞ കാര്യം മറ്റുള്ളവർ അതിനെക്കുറിച്ച് എടുത്ത് പറയുമ്പം ഭാര്യയ്ക്ക് കിട്ടുന്ന സന്ദേശം എന്താ? ഞാൻ എൻ്റെ ഭർത്താവിനോട് മാത്രം പറഞ്ഞ കാര്യം അത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെല്ലാം അറിഞ്ഞു. അപ്പം ഞാനിനി എന്ത് പറഞ്ഞാലും അതെല്ലാവരും അറിയുമെന്ന് വരും. ഇത്തരത്തിലുള്ളൊരു ഘട്ടം വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദമ്പതികളുടെ ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ അത് അവിടെ സൂക്ഷിച്ചു വയ്ക്കാതെ, കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ചെറിയ കലവറ എല്ലാ ബന്ധങ്ങളിലും വേണം. എല്ലാം നമുക്ക് എല്ലാവരും തുറന്നു കാണിക്കാനുള്ളതല്ല. ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ പങ്കു ചെയ്യപ്പെടുമ്പം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ ദമ്പതികളുടെ ആത്മബന്ധത്തെ അത് ബാധിക്കും. കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കും. പിന്നീട് പയ്യെ എല്ലാം തുറന്ന് പറയാതെയാകും. എല്ലാം തുറന്ന് പറയാതെയാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? രഹസ്യങ്ങൾ കൂടും. രഹസ്യങ്ങൾ കൂടുമ്പോൾ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടും. ക്രമേണ ഈ തുറന്നു പറച്ചിലുകൾ ഒന്നുമില്ലാതെ ഈ ദാമ്പത്യത്തിൽ കുറേ രഹസ്യങ്ങൾ മാത്രം ശേഖരിച്ചു വെക്കുന്ന, എവിടെ കുറേ കാര്യങ്ങൾ തുറന്നു പറയാത്ത സീക്രട്ടുകൾ മാത്രം ശേഖരിച്ചു വെക്കുന്ന ഒരു ബന്ധമായിട്ടത് മാറും. അത് ഈ ഇമോഷണൽ സെക്യൂരിറ്റിയെ കൃത്യമായിട്ട് അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിഷയത്തിൽ ഈ രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന കാര്യത്തിൽ ഒരു ശരിയായ സമീപനം കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങളും പങ്കുവെക്കണം എന്നില്ല, അപ്പോൾ തന്നെ എല്ലാം രഹസ്യമായി വെക്കണമെന്നുമില്ല. എന്തൊക്കെയാണ് നമ്മൾ തുറന്നു പറയേണ്ടത്? കാര്യങ്ങളെല്ലാം രഹസ്യമായി വെക്കണം, നീ ഇതാരോടും പറയരുതെന്ന് പങ്കാളി പറഞ്ഞാൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയേണ്ടതായിട്ട് വരാം. അത് ആരോഗ്യത്തെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായിട്ട് വെക്കണം എന്നില്ല. അതേപോലെ അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും എല്ലാ കാലം രഹസ്യമായിട്ട് വെച്ചാൽ അത് വല്ലാത്ത വിപത്തുകൾ ഉണ്ടാക്കും. അതേപോലെ പങ്കാളിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ടോക്സിക് ആയിട്ടുള്ള ചില അപ്രോച്ചുകൾ, എന്തെങ്കിലും ഉപദ്രവങ്ങളോ പീഡനങ്ങളോ, അതും അങ്ങനെ എല്ലാ കാലവും രഹസ്യമായിട്ട് വെക്കാൻ പാടുള്ളതല്ല. അങ്ങനത്തെ ചില കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കാൻ ആവശ്യപ്പെട്ടാൽ പോലും അത് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല. അല്ലാത്തിടത്തോളം പങ്കാളിയുടെ ഇമോഷണൽ സെക്യൂരിറ്റിയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾ ഒരു ദാമ്പത്യത്തിന് അത്രത്തോളം ആരോഗ്യകരമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. വിവാഹം എന്നത് രണ്ടുപേരെ ഒരുമിപ്പിക്കാനാണ്. പക്ഷേ ചില ബന്ധങ്ങളിൽ ഞങ്ങൾ എന്ന ബോധം വരാതെ എൻ്റെ വീട്ടുകാർ, നിൻ്റെ വീട്ടുകാർ എന്ന വേർതിരിവ് ചിലർ കാണിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അത് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു വിവാഹ ബന്ധത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായ മാറ്റം എന്ന് പറയുന്നത് ഞാൻ എന്നതിൽ നിന്ന് ഞങ്ങൾ എന്നതിൽ നിന്ന് നമ്മൾ എന്ന അവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് പോകേണ്ടത്. ഇതൊരു ടീമാണ്, ശക്തമായിട്ടുള്ള ഒരു ബന്ധമാണ്. പക്ഷേ പലപ്പോഴും തീരുമാനങ്ങളിലും അഭിപ്രായങ്ങളിലും ജീവിതത്തിൻ്റെ ഓരോ നിർണായക ഘട്ടങ്ങളിലും കുടുംബക്കാരുടെയൊക്കെ അമിതമായ ഇടപെടലുകൾ സംഭവിക്കുന്നത് കൊണ്ട് ഈ ഞങ്ങൾ എന്നുള്ള ബോധത്തിൽ നിന്ന് പലപ്പോഴും എൻ്റെ വീട്ടുകാർ, നിൻ്റെ വീട്ടുകാർ, എൻ്റെ അമ്മ, നിൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, നിൻ്റെ അച്ഛൻ എന്ന രീതിയിലേക്കുള്ള വേർതിരിവ് ഈ ദമ്പതികൾ അറിയാതെ പോലും ഈ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഭാര്യ പറയുന്നു, നിങ്ങളുടെ അമ്മ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുവാണ്. ഇത് കേട്ടപാട് ഭർത്താവ് പറയുക, എൻ്റെ അമ്മയെക്കുറിച്ചൊന്നും മിണ്ടിപ്പോവരുതെന്ന്. ശരിക്കും ഈ പ്രശ്നത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഭാര്യയുടെ വികാരത്തെ അല്ല ഭർത്താവ് സപ്പോർട്ട് ചെയ്യുന്നത്, ഭർത്താവിൻ്റെ വീട്ടുകാരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. ഭാര്യ പറഞ്ഞത് നിങ്ങളുടെ അമ്മ എന്നെ കുറ്റപ്പെടുത്തും എന്നുള്ളതാണ്. ഭർത്താവ് അവിടെ സംരക്ഷിക്കാൻ നോക്കുന്നത് എൻ്റെ അമ്മയെ കുറ്റം പറയരുതെന്ന് പറഞ്ഞിട്ടാണ്. വിഷയം അപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല അല്ലേ? അവിടെ പ്രതിരോധത്തിൽ രണ്ടുപേരും നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ശക്തമായ ദാമ്പത്യ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവും ഒരു വശത്തും പ്രശ്നം മറുവശത്തുമായിരിക്കും. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് നിന്നാണ് ആ പ്രശ്നത്തെ നേരിടുന്നത്. ദുർബലമായ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവും രണ്ട് വശത്തായിരിക്കും. പ്രശ്നം എവിടെയായിരിക്കും? പ്രശ്നം നടുവിലല്ല, പ്രശ്നം അവർ തമ്മിലായിരിക്കും. അപ്പോഴും ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നില്ല, അവർ തമ്മിലാണ്
ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഇത് പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ദാമ്പത്യത്തിൽ ഞങ്ങൾ എന്ന കോൺസെപ്റ്റിൽ നിന്ന് എൻ്റേത് നിൻ്റേത് എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആ അവസ്ഥയിലേക്ക് വന്നാൽ ആ ദാമ്പത്യം ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഒരു ദാമ്പത്യ ബന്ധത്തിൽ മൂന്നാമതൊരാളുടെ സ്ഥിരമായിട്ടുള്ള ഇടപെടലും സ്വാധീനവും ഉണ്ടായാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വാസത്തെയും അടുപ്പത്തെയും അതെങ്ങനെയാണ് ബാധിക്കുന്നത്? ഫാമിലി തെറാപ്പിയിൽ ഒരു പ്രയോഗമുണ്ട്, ട്രയാങ്കുലേഷൻ, ഇമോഷണൽ ട്രയാങ്കിൾ. ദാമ്പത്യത്തിൽ ദമ്പതികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പം അവർ തമ്മിൽ അത് പറഞ്ഞ് പരിഹരിക്കാതെ ആ സമയത്ത് തന്നെ അവർ മൂന്നാമതൊരാളെ അതിലേക്ക് സ്ഥിരമായിട്ട് ഇടപെടുത്തുകയാണ്. മൂന്നാമതൊരാൾ ഈ പ്രശ്നത്തിലേക്ക് വരുമ്പം ഈ പ്രശ്നം താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടുമെന്നല്ലാതെ അവിടെ അത് പരിഹരിക്കപ്പെടുന്നില്ല. നമ്മളിതിനെ ട്രയാങ്കുലേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ കാലവും എന്ത് പ്രശ്നം വന്നാലും ഈ മൂന്നാം കക്ഷിയെ ഇതിനകത്തേക്ക് അവർ വലിച്ചിടുകയാണ്. അങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമില്ലാതെ പോവുകയാണ്. ദമ്പതികൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഒരു പ്രശ്നം വരുമ്പം അവർ തന്നെ നേരിട്ടിരുന്ന് സംസാരിച്ച്, ആർഗ്യുമെൻറ്റുകൾക്കല്ല, വഴക്കുകൾക്കല്ല, പരസ്പരം ആ തെറ്റുകൾ എന്താണ്, പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരുമിച്ച് അവർ സംസാരിക്കണം. എന്നിട്ടും അത് തീരുന്നില്ലെങ്കിൽ മാത്രമാണ് ഇത് അടുത്തൊരാളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷേ മിക്കയിടത്തും കാണുന്നത്, ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലൊരു വഴക്കുണ്ടാകുന്നു, ഭാര്യ അപ്പം തന്നെ അമ്മയെ വിളിക്കുന്നു, അമ്മയെ വിളിച്ച് പരാതി പറയുന്നു, വിഷമം പറയുന്നു, അമ്മ ഒരു വശം മാത്രം കേൾക്കുന്നു, ആ വശം മാത്രം കേട്ട് അമ്മ അതിനകത്തൊരു തീരുമാനം പറയുന്നു. പരിഹാരം ആവുന്നില്ലല്ലോ. ഭർത്താവും ഭാര്യയും പ്രശ്നമാകുന്നു. ഭർത്താവ് പെട്ടെന്ന് തന്നെ ഭാര്യയോട് സംസാരിക്കാതെ ഭർത്താവിൻ്റെ അനിയനെ വിളിച്ചു പറയുന്നു. അനിയനെ വിളിച്ച് പറയുമ്പോൾ അനിയൻ പറയുന്നു, ചേട്ടൻ ഇങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വൈകാരിക ആവശ്യങ്ങൾക്ക് അനാവശ്യമായിട്ട് ആ അനിയൻ അവിടെ ഇന്ധനം പകരുവാണ്. അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ? പ്രശ്നം തീരുമല്ല, പ്രശ്നം മൂർച്ഛിക്കുകയാണ്. ഈ ഗതികേട് വരാതിരിക്കാൻ എല്ലാ ദമ്പതികളും അറിയേണ്ട കാര്യം, അനാവശ്യമായിട്ടുള്ള ഈ മൂന്നാം കക്ഷികളുടെ സ്ഥിരമായിട്ടുള്ള ഇടപെടലുകൾ ദാമ്പത്യത്തെ തകർക്കുമെന്നാണ്. അപ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്, അവരവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പം ഈ വിഷയങ്ങളെ സമചിത്തതയോടെ നല്ല ആ ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് കാണാൻ കഴിയുന്ന, വീക്ഷിക്കാൻ കഴിയുന്ന ഒരാളിലേക്ക് വിഷയം എത്തിച്ചു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും വേറൊരാളിലേക്ക് പോകുന്ന ഇത്തരത്തിലുള്ള ഡിപ്പെൻഡൻസി പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല തരുന്നത്, അത് പ്രശ്നങ്ങളെ വഷളാക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഡോക്ടർ, എന്തുകൊണ്ടാണ് ചിലർക്ക് വിവാഹശേഷവും മാതാപിതാക്കളിൽ നിന്ന് മാനസികമായി സ്വതന്ത്രരാകാൻ കഴിയാത്തത്? ഇത് മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിൻ്റെ പ്രശ്നമല്ല, ഒരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട്. ഒരു കുട്ടി വളരുമ്പം ശരീരം മാത്രം വളർന്നാൽ പോരാ, മാനസികമായിട്ടുള്ള വളർച്ചയും ഉണ്ടായിരിക്കണം. ഈ ചില കുട്ടികളെ മാതാപിതാക്കൾ വളർത്തുമ്പം ചെറുപ്പത്തിൽ തന്നെ അവരുടെ നട്ടെല്ലും തലച്ചോറും ഊരിയെടുക്കും. എന്ന് പറഞ്ഞാൽ, തലച്ചോറെന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള ശേഷിയാണ്. നട്ടെല്ലെന്ന് വിവക്ഷിക്കുന്നത് ആ നിലപാടുകളാണ്. ചിലർക്ക് സ്വന്തം നിലപാടുകൾ എടുക്കാനോ സ്വന്തം തീരുമാനമെടുക്കാനോ അറിയാതെ എപ്പോഴും ഈ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ അവസ്ഥയല്ല, ഇമോഷണലി എപ്പോഴും അവർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ വളർന്ന് വലുതായിട്ട് വിവാഹിതരായ ശേഷവും പങ്കാളിയോട് പരസ്പരം ചോദിച്ച് തീരുമാനങ്ങളും നിലപാടുകളും എടുക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും അവരുടെ അറ്റാച്ച്മെൻറ്റ് മൊത്തം ഈ മാതാപിതാക്കളോടാണ്. കാരണം എന്താ? എന്നേ ഈ നട്ടിലും തലച്ചോറൊക്കെ അവർ ഊരി എടുത്ത് വെച്ചേക്കുക. അതുകൊണ്ട് ഈ ദമ്പതികളിൽ നടക്കേണ്ട കാര്യങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ ജോലി എവിടെയാകണം, അവരുടെ ഭാവി എന്താകണം, അവരെന്തൊക്കെ ചെയ്യണം, എന്ത് കറി വെക്കണം, ഏത് ഡ്രസ്സ് ഇടണം, അവരെവിടെ താമസിക്കണം എന്ന് തുടങ്ങിയ സകല കാര്യങ്ങളും, നിലപാടുകളും തീരുമാനങ്ങളും മാതാപിതാക്കളുടെ കുടുംബക്കാരും എടുക്കുവാണ്. അങ്ങനെ വരുമ്പം ഈ ദാമ്പത്യത്തിൽ അത് പലപ്പോഴും ആരോഗ്യകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചില മാതാപിതാക്കളിൽ നിന്ന് മാനസികമായിട്ട് വിവാഹിതരായ ശേഷവും ഇത്തരം കാര്യങ്ങളിൽ ഒരു ഹെൽത്തി ബൗണ്ടറി, ആ ഒരു അകൽച്ച സൂക്ഷിക്കാൻ ചില ആൾക്കാർക്ക് കഴിയാത്തത്. നമുക്ക് ഇതിനെ മനഃശാസ്ത്രത്തിൽ ഈ ഡിഫറൻഷിയേഷൻ ഓഫ് സെൽഫ് എന്ന് പറയും. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും കുടുംബക്കാരെയും ഒക്കെ സ്നേഹിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും തന്നെ അതേ സമയത്ത് നമുക്ക് നമ്മുടെ നിലപാടുകൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും സൂക്ഷിക്കാൻ കഴിയണം. അതിനെയാണ് ഈ ഡിഫറൻഷിയേഷൻ ഓഫ് സെൽഫ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നതിൻ്റെ ഒക്കെ അർത്ഥം ദാമ്പത്യങ്ങളിൽ കുടുംബക്കാർക്കോ മാതാപിതാക്കൾക്കോ സ്ഥാനമില്ല എന്നല്ല. അനാവശ്യമായിട്ടുള്ള അമിതമായിട്ടുള്ള ഇടപെടലുകളും അവസരങ്ങളും കൊടുക്കുന്നത് ഒരു ദാമ്പത്യത്തിൻ്റെ സന്തോഷത്തെ മിക്ക രീതികളിലും അത് ബാധിക്കുമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയല്ല എന്ന കമ്പാരിസൺ കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ന കുടുംബബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? ഈ താരതമ്യം എന്നുള്ളത് ഒരു ബന്ധത്തിൻ്റെ നിശബ്ദ ശത്രുവാണ്.
ഓരോ വീടുകൾക്കും ഓരോ കുടുംബങ്ങൾക്കും അവരവരുടേതായ സംസ്കാരങ്ങളും രീതികളും ഉണ്ട്. അപ്പോൾ ദാമ്പത്യത്തിൽ ഈ രണ്ട് വ്യക്തികളും വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ വന്നിട്ട് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള മത്സരമല്ല ഒരു ദാമ്പത്യം. രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള മനോഹരമായിട്ടുള്ള സമന്വയമാണ് ദാമ്പത്യം എന്നുള്ളത്. അതിനൊരു മത്സരമായിട്ട് കാണേണ്ട കാര്യമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാ, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാ, ഈ ഒരു കമ്പാരിസൺ വരുന്നത് പലപ്പോഴും ആ സമാധാനത്തെ അത് ചെറുതായിട്ട് ബാധിക്കാറുണ്ട്. ചിലപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയും, എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നില്ല അമ്മയോട് പെരുമാറുന്നത്. ഇത്തരത്തിലുള്ള താരതമ്യപ്പെടുത്തിയുള്ള സംസാരം ആ സംസ്കാരത്തെയും ഈ അവസ്ഥയും തമ്മിൽ ചേർക്കുകയല്ല, അതിനെ ഭിന്നിപ്പിക്കുകയാണ്, മാറ്റി നിർത്തുകയാണ്. ചിലപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയും, എൻ്റെ അമ്മ ഇങ്ങനെയല്ല കുക്ക് ചെയ്തത്, എൻ്റെ അമ്മ ഇങ്ങനെയല്ലായിരുന്നു ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇത്തരത്തിലുള്ള താരതമ്യങ്ങൾ ഒരിക്കലും നല്ല കാര്യങ്ങളല്ല. അത് ദാമ്പത്യത്തെ ബാധിക്കുന്നത് ക്രമേണ പങ്കാളിക്ക് തോന്നും അവർ ഈ ബന്ധത്തിൽ മതിയായ ഒരാളല്ല, അവർ തികഞ്ഞതല്ല. അത് ഈ ബന്ധത്തിൽ ആ ഭാര്യ എന്ന രീതിയിലോ ഭർത്താവ് എന്ന രീതിയിലോ അവരുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസത്തെ അത് ഗണ്യമായിട്ട് ബാധിക്കും. അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അപ്പോൾ തന്നെ അവർ തമ്മിലുള്ള ബന്ധവും ക്രമേണ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റും ഇതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും ഇത്തരത്തിലുള്ള താരതമ്യങ്ങൾ ദാമ്പത്യങ്ങളിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ, സാമ്പത്തിക കാര്യങ്ങളിൽ കുടുംബത്തിൻ്റെ അമിതമായ ഇടപെടൽ എങ്ങനെയാണ് ഒരു ദാമ്പത്യത്തെ ബാധിക്കുന്നത്? പണം വെറും ഒരു സാമ്പത്തിക വിഷയം മാത്രമല്ല, അതൊരു ബന്ധത്തിൽ വിശ്വാസം, അധികാരം, അവകാശം തുടങ്ങിയ പല മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ദമ്പതികളുടെ സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ മാതാപിതാക്കൾക്കൊക്കെ ഉപദേശമൊക്കെ കൊടുക്കാം. പക്ഷേ അതിനകത്തെ തീരുമാനമെടുക്കേണ്ടത് ഈ ദമ്പതികൾ തന്നെയായിരിക്കണം. അതെവിടെ നിക്ഷേപിക്കണം, എത്ര ചെലവിടണം, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ അവസാനത്തെ വാക്കും തീരുമാനവും ഈ ദമ്പതികൾ പരസ്പരമായിരിക്കണം. ചില ബന്ധങ്ങളിൽ കാണാം എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ നിയന്ത്രിക്കുന്നു, എവിടെ ചെലവിടണം, എത്ര നിക്ഷേപിക്കണം, എങ്ങനെയാ. അപ്പോൾ കൂടുതൽ പങ്കാളിക്ക് തോന്നും ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഭാര്യ അറിയുന്നില്ല പണം എവിടെ പോകുന്നു, പണം എവിടെ നിക്ഷേപിക്കുന്നു, ചെലവുകൾ എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. ക്രമേണ ആ ഭാര്യയ്ക്ക് തോന്നും ഞാൻ ഈ ബന്ധത്തിൻ്റെ ഭാഗമല്ല എന്ന്. ചില ഭാര്യമാരുണ്ട് അവർ ഏത് സാമ്പത്തിക തീരുമാനം എടുക്കണമെങ്കിലും അവരുടെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കുക. അങ്ങനെ വരുമ്പോൾ ക്രമേണ ഭർത്താവിന് തോന്നുന്നത് എന്താണ്, ഈ സാമ്പത്തിക വിഷയത്തിൽ എനിക്ക് യാതൊരു പ്രയോറിറ്റിയും ഇല്ല, ഇതെല്ലാം തീരുമാനമെടുക്കുന്നത് എൻ്റെ ഭാര്യയുടെ വീട്ടുകാരാണ്. ഇത്തരത്തിലുള്ള ചില അവസ്ഥകൾ വരുമ്പം അറിയാതെ ചില അകൽച്ചകൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പണം എന്നുള്ളത് വെറും ഒരു സാമ്പത്തിക വിഷയം മാത്രമല്ല, ഈ പണത്തിൻ്റെ ഇടപെടലുകളും അത് സംബന്ധിച്ചിട്ടുള്ള തുറന്നു പറച്ചിലുകളും അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളും അതും ഒരു ബന്ധത്തെ ദൃഢമാക്കി നിർത്തുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. ഇതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന്, സാമ്പത്തികമായിട്ടുള്ള സുതാര്യത അത് കുറഞ്ഞു പോകും, ആ ട്രാൻസ്പെറൻസി കുറയും. സാമ്പത്തിക വിഷയത്തിൽ പരസ്പരമുള്ള വിശ്വാസം കുറയും, തുറന്നു പറച്ചിലുകൾ കുറയും. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങളും പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഈ സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദമ്പതികൾ തന്നെയാണ് ആദ്യം ഒരു ഡിസ്കഷനും ആലോചനയൊക്കെ ചെയ്യേണ്ടത്. അതിനകത്ത് തുടർന്ന് ഒരു ഉപദേശം വേണമെങ്കിലാണ് അത് കുടുംബക്കാരോടോ മാതാപിതാക്കളോടോ ഒക്കെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. കുട്ടികളെ എങ്ങനെ വളർത്തണം എന്ന കാര്യത്തിൽ ദമ്പതികളെക്കാൾ കൂടുതൽ അവരുടെ കുടുംബങ്ങളുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അത് അവരുടെ ബന്ധത്തെ ബാധിക്കുന്നത്? ഈ മാതാപിതാക്കളും ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ ഇങ്ങനെ പല തലമുറകൾ ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുമ്പം കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നതിനെ സംബന്ധിച്ച് തലമുറകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. ഇത് അഭിപ്രായം പറയുന്നതിലെ പ്രശ്നമല്ല, തീരുമാനങ്ങൾ അവസാനം ആര് നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അമ്മ പറയുന്നു കൊച്ചിന് മൊബൈൽ കൊടുക്കണ്ട, മുത്തശ്ശി പറയുന്നു മൊബൈൽ കണ്ടു എന്നോർത്ത് എന്താ കുഴപ്പം. ഇവർ രണ്ടുപേരുടെ അഭിപ്രായം കേട്ടിട്ട് അച്ഛനൊന്നും മിണ്ടാതെ ഇരിക്കുന്നു. ഇവിടെ കുട്ടിക്ക് തോന്നുന്നത് എന്താ, കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് ആരാണോ സപ്പോർട്ട് നിൽക്കുന്നത്, ആരാണോ സൈഡ് നിൽക്കുന്നത്, ആ വ്യക്തികളോട് ഒരു താല്പര്യം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതും കുട്ടികളെ വളർത്തുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം എല്ലാവർക്കും പറയാം. ആ കുടുംബത്തിലെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സാവകാശമുണ്ട്. പക്ഷേ ആ തീരുമാനം എടുക്കേണ്ടതും ആരായിരിക്കണം? ഈ കുട്ടികൾക്ക് ജന്മം കൊടുത്ത ആ ദമ്പതികൾ തന്നെയാണ് അതിനകത്ത് അവസാന തീരുമാനം എടുക്കേണ്ടത്. മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നു കൊച്ചു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി, ഇത്ര നേരത്തെ കിടന്നുറങ്ങണം എന്ന് എന്താ നിർബന്ധം? ഈ കൊച്ചിൻ്റെ അപ്പനും അമ്മയും പറയുന്നു കൊച്ചു നേരത്തെ കിടക്കട്ടെ, 9 മണിക്ക് കിടക്കട്ടെ, നാളെ രാവിലെ സ്കൂളിൽ പോകേണ്ടതാണ്. ഈ രണ്ട് കൺഫ്യൂഷനും കൂടെ വന്നിട്ട് അവിടെ സംഘർഷത്തിൻ്റെ ആവശ്യമില്ല.
അവിടെ ചെയ്യേണ്ട കാര്യം ഈ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലും അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ ശിക്ഷണങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അവസാനത്തെ തീരുമാനമെടുക്കേണ്ടത് ഈ ദമ്പതികളായിരിക്കണം. അങ്ങനെ വരുമ്പം കുട്ടികൾക്കും ഒരു ആശയക്കുഴപ്പം വരില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ വീടുകളിൽ വളരുന്ന കുട്ടികൾക്ക് വലിയ ആശയക്കുഴപ്പമാണ്. ആരെ അനുസരിക്കണം, ആരെ അംഗീകരിക്കണം. അവസാനം ഈ കുട്ടികൾ തന്നെ ചെയ്യുന്ന കാര്യം അവരുടെ ഇഷ്ടത്തിന് ആര് നിൽക്കുന്നുവോ അങ്ങോട്ടൊരു ചായ്വാണ്. അവരെ സന്തോഷിപ്പിക്കുന്ന, അവരുടെ ഇഷ്ടത്തിന് നിൽക്കുന്നവരെ മാത്രം അനുസരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ കുട്ടിക്ക് മൊബൈൽ കൊടുക്കണ്ടെന്ന് അമ്മ പറയുന്നു, കൊച്ചിന് മൊബൈൽ കൊടുക്കാൻ മുത്തശ്ശി പറയുന്നു. അപ്പോൾ കൊച്ചിന് മനസ്സിലാവുന്ന കാര്യം എന്താ? അമ്മയെ അനുസരിക്കേണ്ട കാര്യമില്ല, മുത്തശ്ശിയെ അനുസരിച്ചാൽ മതി എന്നാണ്. അഭിപ്രായങ്ങൾ ആരും പറഞ്ഞോട്ടെ, നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്നതിൽ അഭിപ്രായം ആർക്കും പറയാം, പക്ഷേ അവസാനത്തെ തീരുമാന വാക്കും അത് ദമ്പതികളുടെ തന്നെ ആയിരിക്കണം. കുടുംബത്തിൻ്റെ ഇടപെടൽ കാരണം ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാനസിക വിഷമം എന്താണ്? ഈ കുടുംബങ്ങളുടെ അമിത ഇടപെടൽ കാരണം ദാമ്പത്യത്തിൽ പങ്കാളികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മാനസിക വേദന, ഞാൻ ഈ ബന്ധത്തിൽ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. എനിക്കാരുമില്ല, എൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കാൻ, എൻ്റെ വിഷമങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ള വേദനയാണ്. ഒരു ബന്ധത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇമോഷണൽ സേഫ്റ്റിയാണ്. ആ വൈകാരിക സുരക്ഷിതത്വമാണ് ഏറ്റവും ആവശ്യം. എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ വിഷമങ്ങളെ മനസ്സിലാക്കുന്ന, എൻ്റെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്ന, എൻ്റെ സങ്കടങ്ങളെ അറിയുന്ന ഒരു പങ്കാളി എനിക്ക് ഉണ്ടാവണമെന്നുള്ളതല്ലേ എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില അമിത ഇടപെടലുകൾ അത്തരത്തിലുള്ള സേഫ്റ്റി ഇല്ലാണ്ടാക്കി മാറ്റും. ഇപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുന്നു, അമ്മായിമ്മയുടെ എന്തോ ഒരു ഇടപെടൽ, ഒരു സംസാരം ഈ ഭാര്യയ്ക്ക് വിഷമം ഉണ്ടാക്കി. ഇത് കേട്ട ഭർത്താവ് പറയുന്നത്, അവർ പ്രായമായവരാ, അവരെ മാറ്റാൻ പറ്റത്തില്ല, നീ അത് അഡ്ജസ്റ്റ് ചെയ്യുക. അമ്മയെ മാറ്റാൻ പറ്റത്തില്ല, നീ അത് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആ ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ, കണ്ടോ, അമ്മയുടെ കാര്യം വരുമ്പോൾ ഒന്നും കുഴപ്പമില്ല അല്ലേ, എൻ്റെ കാര്യം വരുമ്പം എൻ്റെ വികാരങ്ങളോ എൻ്റെ വേദനകളോ എൻ്റെ ഭർത്താവിന് പ്രശ്നമല്ല, അവിടെ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ആ ഇമോഷണൽ സേഫ്റ്റി പയ്യെ നഷ്ടപ്പെടുകയാണ്. ഇവിടെ പ്രശ്നം ആ അമ്മായിമ്മയല്ല, ഇവിടെ പ്രശ്നം എൻ്റെ പങ്കാളി എൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കിയില്ല എന്നുള്ള വേദനയാണ് അവിടെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പങ്കാളികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള വേദനയാണ്. ബിലോങ്ങിങ്സ്, ഞാൻ ഈ ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നൊരു പങ്കാളിക്ക് തോന്നുക എന്നുള്ളതാണ് ഒരു ബന്ധത്തിലെ ഏറ്റവും വലിയ കാര്യം. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെ തോന്നത്തില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള വേദനയാണ് അവിടെ അവശേഷിക്കുക. കുടുംബത്തിൻ്റെ അമിതമായിട്ടുള്ള ഇടപെടൽ ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും ദമ്പതികൾ അത് തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. അതിന് പിന്നിലെ കാരണങ്ങൾ എന്താവാം? ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല, സ്ലോ ഇമോഷണൽ ഡാമേജ് ആണ്. ഒരു വെള്ളത്തുള്ളി തുള്ളിയായിട്ട് കുറേ കാലം ഒരു പാറയുടെ മുകളിൽ വീണാൽ ഓരോ വെള്ളത്തുള്ളി വീണ് ആ പാറയെ തുളയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴായി നടക്കുന്ന ചെറിയ ചില പ്രശ്നങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അത് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കുന്നില്ല. 1-ാം വർഷം സാരമില്ല പോട്ടെ എന്ന് വെച്ചു, 2-ാം വർഷം അതേ സംഭവങ്ങൾ ആവർത്തിക്കുവാണ്, അത് കണ്ടില്ല എന്നടിക്കുന്നു, 3-ാം വർഷവും അതിനകത്ത് പരിഹാരത്തിന് ഒരു സാധ്യതകളും കാണുന്നില്ല. അങ്ങനെ ഇത് കണ്ടില്ല എന്നടിക്കുന്നു, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നു, അതൊന്നും പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ക്രമേണ ഇത് അക്യുമുലേറ്റ് ചെയ്ത് വരികയാണ്. ഒടുവിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പാറപ്പുറത്ത് വെള്ളത്തുള്ളികൾ ദുർബലമാണല്ലേ, പക്ഷേ നിരന്തരമായിട്ടത് വീഴുമ്പം ആ പാറയിൽ വലിയ കുഴി ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ആവർത്തിച്ച് വരുന്ന ഇത്തരം ചെറിയ പ്രശ്നങ്ങളാണ് ഈ കുടുംബ ബന്ധത്തെ, ഈ ദാമ്പത്യത്തെ വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആദ്യം പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. 4 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോഴൊക്കെയാണ് പലർക്കും മനസ്സിലാവുന്നത്, ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കൂടെ കയറി ഇടപെട്ടിട്ടുണ്ട്, അതിൻ്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന്. പലപ്പോഴും അതിൽ പലതും തിരുത്താൻ പോലും കഴിയുന്നില്ല. കാര്യം നഷ്ടപ്പെട്ട കാലവും സമയവും ഒന്നും പിന്നെ തിരിച്ചെടുക്കാൻ കഴിയത്തില്ലല്ലോ. പിന്നെ ആ മുറിവും അതിൻ്റെ പ്രത്യാഘാതവുമായിട്ട് ജീവിക്കാൻ ഈ ദമ്പതികൾ വിധിക്കപ്പെടുകയാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ദമ്പതികൾ സാധാരണയായി ചെയ്തു വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? വിവാഹത്തിന് ശേഷം ദമ്പതികൾ സംഭവിക്കുന്ന, അവരറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ചില തെറ്റുകളിൽ ഒന്ന്, ഭാര്യയോ ഭർത്താവോ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഭാര്യയെ കല്യാണം കഴിച്ച് കൊണ്ടുവരും ഭർത്താവിൻ്റെ വിചാരം ആ ഭാര്യ പിന്നീട് എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ കുടുംബം പോലെയാവണം. ഭാര്യയുടെ വിചാരം ഭർത്താവ് എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ കുടുംബം പോലെയാകണമെന്ന്. അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇവിടെ ചിന്തിക്കേണ്ടത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പുതിയ കുടുംബത്തിനാണ് അവിടെ രൂപം കൊടുക്കുന്നത് എന്നാണ് ഇവർ ചിന്തിക്കേണ്ടത്. ഇതാണ് ഒരു തെറ്റ്.
രണ്ടാമത്തെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അതും അറിഞ്ഞും അറിയാതെ സംഭവിക്കുന്നതായിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചെറിയ കാര്യങ്ങളും, ഓരോ ചെറിയ ആശങ്കകളും, ഓരോ ചെറിയ വഴക്കുകളും അവർ തമ്മിൽ പറഞ്ഞ് തീരുമാനമാവാതെ, ഒരു പരിഹാരമാവാതെ അത് കുടുംബക്കാരെ വിളിച്ച് പറയുക എന്നുള്ളതാണ് അടുത്തൊരു തെറ്റ് വരുന്നത്. കാര്യം കേൾക്കുന്ന കുടുംബക്കാർക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ശരിയായ വശങ്ങൾ അറിഞ്ഞോണമെന്നില്ല. മൂന്നാമത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പങ്കാളികളുടെ കുറ്റം പരസ്പരം രണ്ടുപേരും അവരവരുടെ വീട്ടുകാരോട് വിളിച്ച് പറയുക എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴും ഈ ദാമ്പത്യത്തിൻ്റെ ദൃഢതയെ അത് ബാഹ്യമായിട്ട് പല ക്ഷതങ്ങളും ഇതിനെ ബാധിക്കുന്ന രീതിയിൽ അത് വരുത്താറുണ്ട്. അടുത്ത 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുക. എൻ്റെ കുടുംബം, നിൻ്റെ കുടുംബം, എൻ്റെ വീട്ടുകാർ, നിൻ്റെ വീട്ടുകാർ എന്ന താരതമ്യം ചെയ്യുന്നതാണ് അടുത്തൊരു പ്രശ്നം. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബൗണ്ടറികൾ നിശ്ചയിക്കാതിരിക്കുക. ദാമ്പത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പുതിയ കുടുംബത്തിൻ്റെ രൂപീകരണമാണ്. ആ പുതിയ കുടുംബത്തിൻ്റെ രൂപീകരണത്തിൽ അനാവശ്യമായിട്ട് ആരിടപെട്ടാലും ആരോഗ്യപരമായിട്ടുള്ള അതിർവരമ്പുകൾ അവിടെ നിർണ്ണയിക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിലുള്ള ചെറിയ തെറ്റുകളൊക്കെയാണ് ഏതൊരു ദാമ്പത്യത്തിൻ്റെയും തുടക്കത്തിൽ ആദ്യമൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ചിലർക്ക് പിന്നീട് അത് തിരുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് പിന്നീട് ദാമ്പത്യങ്ങൾ എത്തിച്ചേരുന്നത്. മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരിക്കാനായി ജീവിത പങ്കാളിയെ വേദനിപ്പിക്കുന്നത് ശരിയാണോ? ഇത് സൂക്ഷ്മമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉത്തരം ഇങ്ങനെയാണ്: ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. മാതാപിതാക്കൾക്ക് വേദന വരുമെന്ന് വിചാരിച്ചിട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് തൽക്കാലം അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കുക എന്നുള്ളത് ഒരു തരത്തിൽ ശരിയല്ല. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ജീവിത പങ്കാളി വേദനിക്കാതിരിക്കാനായിട്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കാനും പാടില്ല. ഇവിടെ ശരി തെറ്റുകൾ എന്നതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീതിയുടെയും ബഹുമാനത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്. അതായത് നീതിപരമായിട്ടുള്ള നിരീക്ഷണങ്ങളും നിലപാടുകളും അതിനകത്ത് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരമ്മായിമ്മ ഭാര്യയെ അകാരണമായിട്ട് അപമാനിക്കുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു. ഇത് ഭർത്താവ് തിരിച്ചറിയുന്നു. അപ്പം ആ വിഷയത്തിൽ ഇടപെട്ടാൽ മാതാപിതാക്കൾക്ക് അത് വേദന വരുമല്ലോ. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാവാതിരിക്കാൻ ഈ ഭാര്യ നേരിട്ട ഈ അപമാനത്തെ, ഇൻസൾട്ടിനെ കണ്ടില്ല എന്ന് വെക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഭാര്യയുടെ അകത്ത് എന്താ തോന്നുന്നത്? എനിക്കൊരു വിഷമം വന്നപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിന്നില്ല. നേരെ തിരിച്ചും വരാം അല്ലേ? സ്വന്തം പങ്കാളിയുടെ ചില പെരുമാറ്റങ്ങൾ മാതാപിതാക്കൾക്കോ കുടുംബത്തിലുള്ളവർക്കോ ഒരു വേദനയായിട്ട് വരാം. അങ്ങനെ വരുമ്പം ആ കാര്യത്തിലും നീതിപരമായിട്ടുള്ള ഒരു നിരീക്ഷണത്തോടു കൂടെ പെരുമാറ്റം ആവശ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, പങ്കാളിയെ വേദനിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവിടെ നമ്മൾ ഇത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ നീതിയുടെ പക്ഷത്തും ബഹുമാനത്തിൻ്റെ പക്ഷത്തും നിൽക്കുക എന്നുള്ളതാണ് ഒരു പങ്കാളി ചെയ്യേണ്ട കാര്യം. ദാമ്പത്യ ജീവിതത്തിൽ കുടുംബക്കാരും മാതാപിതാക്കളും തരുന്ന എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കേണ്ടതുണ്ടോ? അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട 3 ചോദ്യങ്ങളുണ്ട്. അത്തരത്തിലൊരു ഉപദേശം കിട്ടുമ്പം ഒന്നാമത് ചോദിക്കേണ്ടത്, ഈ ഉപദേശം സ്വീകരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യം ശക്തമാകുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ആശ്രയിച്ചിരിക്കും ആ തീരുമാനം എടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. രണ്ടാമത്തത്, ഇത്തരത്തിലുള്ളൊരു ഉപദേശം മാതാപിതാക്കളിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ വന്നത് എന്തെങ്കിലും ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെയുണ്ടല്ലോ, എൻ്റെ മകനെ നഷ്ടപ്പെടും, എൻ്റെ മകൾ എന്നിൽ നിന്ന് അകലും എന്നൊക്കെ വിചാരിച്ച് ചില ഉപദേശം കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഉപദേശം തരുന്നതെന്ന് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ എന്താണോ അതിനനുസരിച്ച് വേണം അത് ഉപദേശം സ്വീകരിക്കണോ വേണ്ടിയോ എന്നുള്ളത്. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടെ സ്വയം ചോദിക്കണം: ഈ ഉപദേശം സ്വീകരിച്ചാൽ അതിൻ്റെ ഫലമായിട്ട് വരുന്ന അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ആരെയാണ് ബാധിക്കുന്നത്? അത് ആരെയാണ് ബാധിക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം കൂടെ ചോദിക്കണം. അതിൻ്റെ ഉത്തരം എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ഉപദേശം സ്വീകരിക്കണോ വേണ്ടിയോ എന്നുള്ളത്. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എല്ലാ ഉപദേശങ്ങളും അതേപോലെ തന്നെ സ്വീകരിക്കേണ്ട ആവശ്യങ്ങളില്ല. ഇത്തരത്തിലുള്ള ചില വിശകലനങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഉപദേശങ്ങൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുള്ളൂ. ഒരു ഹെൽത്തി കപ്പിൾ എന്ന് പറഞ്ഞാൽ അഡ്വൈസ് എടുക്കാം, ഉപദേശങ്ങൾ എല്ലായിടത്തും എടുക്കാം, പക്ഷേ ഡിസിഷൻസ് ഔട്ട്സോഴ്സ് ചെയ്യാൻ പാടില്ല. തീരുമാനം നമ്മൾ തന്നെ എടുക്കണം. തീരുമാനങ്ങൾ കൂടെ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കരുത് എന്ന് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. കുടുംബവുമായി ഒരു നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ദാമ്പത്യത്തിൽ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു മതിൽ കെട്ടുക എന്ന് പറഞ്ഞതുപോലെയല്ല. അത് ബഹുമാനത്തോടെ ഒരു രേഖ വരയ്ക്കുക എന്ന് പറഞ്ഞ ഒരു അർത്ഥത്തിലാണ് ഹെൽത്തി ബൗണ്ടറി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഈ തെറ്റും ശരികളും ഇതിനകത്തുണ്ട്. തെറ്റായ രീതി എന്ന് പറഞ്ഞാൽ ഈ ദമ്പതികൾ പറയുന്നു, ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. ഇത് തെറ്റായ രീതിയാണ്. ശരിയായ രീതി എന്ന് പറഞ്ഞാൽ
ഒരു ഉപദേശം കിട്ടുമ്പം അവർക്ക് പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞ ഉപദേശത്തിന് നന്ദി, ഞങ്ങളത് കേട്ടു, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അതൊന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ ഉചിതമായ തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തോളാം. ഭാവിയിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശങ്ങൾ ആവശ്യമാണെങ്കിൽ ഞങ്ങളത് ചോദിച്ചോളാം. ഇങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എന്ന രീതിയിലേക്ക് വരുവല്ല വേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതൊരു ഹെൽത്തി ബൗണ്ടറി ആണെന്ന് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇതിങ്ങനെ ആരും പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു കരിങ്കൽ ഭിത്തി കെട്ടിപ്പൊക്കുന്നതല്ല. ഇത് ബഹുമാനത്തോടുകൂടെയുള്ള ഒരു അതിർവരമ്പ് നമ്മൾ നിർണ്ണയിക്കുന്ന രീതിയാണ്. മാതാപിതാക്കളെയും പങ്കാളിയെയും ഒരേപോലെ ബഹുമാനിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബന്ധങ്ങളിൽ നമ്മൾ അറിയേണ്ട കാര്യം, മാതാപിതാക്കളുടെ സ്ഥാനം വേറെയാണ്, പങ്കാളിയുടെ സ്ഥാനം വേറെയാണ്. ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ ആദ്യം എത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അടുത്തൊരു കാര്യം, രണ്ടു കൂട്ടരോടും ബഹുമാനത്തോടെ സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് പങ്കാളിയെ അപമാനിച്ച് സംസാരിക്കരുത്, പങ്കാളിയുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾക്കും അപമാനം വരുന്ന രീതിയിൽ സംസാരിക്കരുത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് സ്വകാര്യമായിട്ട് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഭാര്യയും അമ്മായിമ്മയും തമ്മിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ രണ്ടുപേരെയും കൂടെ വിളിച്ചിരുത്തി രണ്ടുപേരെയും കൂടെ അപമാനിക്കുന്ന രീതി സംസാരിക്കാതിരിക്കുക. രണ്ടുപേരോടും സ്വകാര്യമായിട്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആ വിഷയം എന്താണെന്ന് കേൾക്കുക. അതിനകത്ത് നീതിയുടെയും ബഹുമാനത്തോടുകൂടെ നീതിയുടെ പക്ഷത്ത് നിന്ന് ആ വിഷയത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അനാവശ്യ താരതമ്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പം മാതാപിതാക്കളും പങ്കാളിയും കൂടെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പം രണ്ടുപേർക്കും മാനസിക ക്ഷതങ്ങൾ വരാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. കുടുംബത്തിൻ്റെ അമിതമായ ഇടപെടൽ കാരണം ഒരു ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വീണ് കഴിഞ്ഞാൽ അത് വീണ്ടും പഴയതുപോലെ ശക്തമാകാൻ കഴിയുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഈ അമിത ഇടപെടലുകൾ വരുത്തിയ ക്ഷതങ്ങൾ, ആ കൊടുങ്കാറ്റുകൾ വരുത്തിയ നാശങ്ങൾ, വരുത്തി വെച്ച നഷ്ടമൊക്കെ നമുക്ക് പിന്നീട് നികത്തിയെടുക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം അറിയേണ്ടത്, ഈ വിശ്വാസം എന്നത് തകരാൻ ഒരു സംഭവം മതി, അല്ലേ? ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് മതി. പക്ഷേ അത് പിന്നെ തിരികെ അത് കെട്ടിപ്പൊക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ള പരിശ്രമം അതിൻ്റെ പുറകിൽ ആവശ്യമാണ്. അപ്പോൾ എവിടെയാണോ വീഴ്ചകൾ വന്നത് അത് പിന്നീട് ജീവിതത്തിൽ കൂടെ തെളിയിച്ചെടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു കടമ്പയുണ്ട്. അത് ഭംഗിയായിട്ട് കടക്കാൻ പങ്കാളിക്ക് സാധിച്ചാൽ ഇത്തരത്തിലുള്ള അമിത ഇടപെടലുകൾ വരുത്തി വെച്ച നാശങ്ങൾ പരിഹരിച്ചെടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ക്ഷമ ചോദിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. ക്ഷമകൾ എല്ലാ മുറിവിനെയും അങ്ങനെ സുഖപ്പെടുത്തുന്നില്ല. ക്ഷമ കൊണ്ട് മാത്രം പെരുമാറ്റങ്ങൾ കൂടെ അതിൻ്റെ കൂടെ മാറ്റങ്ങളായിട്ട് കാണണം. പെരുമാറ്റങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ കൂടെയാണ് നഷ്ടപ്പെട്ട വിശ്വാസത്തെ തിരികെ എടുക്കാൻ ദാമ്പത്യങ്ങളിൽ സഹായിക്കുന്നത്. കുടുംബത്തിൻ്റെ അമിതമായ ഇടപെടലുകൾ കാരണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് കപ്പിൾ കൗൺസിലിംഗ് തേടേണ്ടത്? സാധാരണ കണ്ടുവരുന്ന ഒരു സമ്പ്രദായം, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇപ്പോൾ തീരുന്നു എന്നൊരു ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കപ്പിൾ കൗൺസിലിങ്ങിനൊക്കെ ആളുകൾ വരുന്നത്. ഇത് അത്ര വൈകി എടുക്കേണ്ട ഒരു തീരുമാനമല്ല. ചില ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ദാമ്പത്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകടമാകുമ്പം ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള ചില ചുവടുകൾ എടുത്താൽ വല്ലാത്ത നഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് തിരികെ കയറാൻ പറ്റും. എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് ആ സാഹചര്യം? ഒന്ന്, ഒരേ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ചിലപ്പോൾ പ്രശ്നങ്ങൾ ചെറിയ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ അതിലിടപെടുന്ന ആളുകൾ ഒരേ വീട്ടുകാർ, ഒരേ ആളുകൾ, ഒരേ കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള ആവർത്തനങ്ങൾ കുറേ നാളുകളായിട്ടുണ്ട്. ഇന്ന് വരെ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ ഒരു സഹായം അതിനകത്ത് നേടുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ദാമ്പത്യത്തിൽ എപ്പോഴും തീരുമാനം വേറെ ആളുകൾ മാത്രം എടുക്കുക. അത് ഈ പങ്കാളിയെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിലും ആ ദമ്പതികൾ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ സഹായമോ കൗൺസിലിങ്ങോ എടുക്കുന്നത് നല്ലതാണ്. അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ, ഈ ഹെൽത്തി ബൗണ്ടറി സൂക്ഷിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പോകുന്നവരും വരുന്നവരും മൊത്തം തീരുമാനം എടുക്കുന്നു. അത് ഈ പങ്കാളിയുടെ ജീവിതത്തെ മാനസിക നിലയം ബാധിക്കുന്ന ഘട്ടമാണെങ്കിലും നിശ്ചയമായിട്ടും അവർ ഇത്തരത്തിലുള്ള സഹായം എടുക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള അമിത ഇടപെടലുകൾ കാരണം ദാമ്പത്യത്തിൽ പങ്കാളിക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നൊരു ഘട്ടമുണ്ട്. എന്ത് പറയണമെന്നറിയത്തില്ല, ആരോട് പറയണമെന്നറിയത്തില്ല, പറഞ്ഞാൽ അത് എങ്ങനെ എടുക്കും, അത് എങ്ങനെ കണക്കാക്കുമെന്ന് അറിയത്തില്ല. അത്തരത്തിലുള്ളൊരു സംഘർഷത്തിലാണെങ്കിലും ഒരു കൗൺസിലിംഗ് എടുക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വിഷയങ്ങളിലും ഓരോ വഴക്കുകളിലും നിരന്തരമായിട്ട് അനാരോഗ്യപരമായിട്ട് നിങ്ങളുടെ ദാമ്പത്യത്തെ വേറൊരാളാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അവരും ഒരു കൗൺസിലിംഗ് എടുത്താൽ കാര്യം അവിടെ എങ്ങനെ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യണം, നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കണം, നമുക്ക് ഈ വീഴ്ചകൾ നമുക്ക് എങ്ങനെ കയറി വരാമെന്ന് വളരെ കൃത്യമായ നിരീക്ഷണത്തോടു കൂടെ സഹായിക്കുന്ന കൗൺസിലേഴ്സ് ഉണ്ട്.
അത്തരം ഘട്ടങ്ങളിൽ ദമ്പതികൾ ഇങ്ങനത്തെ സഹായം എടുക്കുന്നത് നല്ലതാണ്. നേരെ മറിച്ച് നമ്മളിത് നമ്മുടെ കുടുംബക്കാരോട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എല്ലാവർക്കും അവരുടെ മകൻ വലുതാ, അവരുടെ മകൾ വലുതാ. കുടുംബക്കാർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇടപെടുമ്പോൾ പരിമിതികളും അതിനകത്ത് വരാം. പക്ഷേ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ദമ്പതികളുടെ വിഷയത്തെ കാണുന്ന ഒരു മനഃശാസ്ത്രജ്ഞന് കുറേയും കൂടെ നന്നായിട്ട് അത്തരത്തിലുള്ള വിഷയങ്ങളെ സഹായിക്കാനും ചില ക്രമീകരണങ്ങൾ വരുത്താനും സാധിക്കും. ഇന്നത്തെ എപ്പിസോഡ് കേൾക്കുന്ന എല്ലാ ദമ്പതികൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്താണ്? ഈ പോഡ്കാസ്റ്റിൻ്റെ അവസാനം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, വിവാഹം എന്നുള്ളത് മത്സരിക്കേണ്ട ഒരു ബന്ധമല്ല. ഇത് ഒരു മത്സരത്തിനുള്ളൊരു കളരിയല്ല, സംരക്ഷിക്കപ്പെടേണ്ട ഒരു ബന്ധമാണ്. വിവാഹ ബന്ധത്തിൽ പങ്കാളികൾ എതിർചേരിയിലല്ല, രണ്ടുപേരും ഒരേ ടീമിലാണ്. വീട്ടുകാർ ശത്രുക്കളുമല്ല. നമ്മുടെ കുടുംബക്കാരും മാതാപിതാക്കളും അവരുടെ അനുഭവ സമ്പത്തും അവർ തരുന്ന അനുഭവങ്ങളും ഉപദേശങ്ങളും ഓരോ ദാമ്പത്യത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തന്നെ അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റങ്ങളും അമിതമായിട്ടുള്ള ഇടപെടലുകളും തിരിച്ചറിഞ്ഞ് അത് ദാമ്പത്യത്തിൻ്റെ അടിവേരിളക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും ഒരു ആരോഗ്യപരമായിട്ടുള്ള അതിർവരമ്പ് നിശ്ചയിക്കാനും ഏതൊരു വ്യക്തികൾക്കും കഴിയണമെന്നാണ് എനിക്ക് ഈ പോഡ്കാസ്റ്റിൽ അവസാനമായിട്ട് പറയാനുള്ളത്. നമ്മുടെ ബന്ധങ്ങൾ മനോഹരമാകട്ടെ, അത് യുദ്ധക്കളമാകാനല്ല, സംഘർഷ ഭൂമിയാകാനല്ല. മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച്, പങ്കാളിയെ ചേർത്ത് പിടിച്ച് നമുക്കുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുടുംബം എന്താണെന്നുള്ള ആ ഒരു ഉദാത്ത ഉദാഹരണം കാണിച്ചു കൊടുക്കാൻ ഓരോ ദമ്പതികൾക്കും ഉത്തരവാദിത്തമുണ്ട്. അത് കൃത്യമായിട്ട് തികച്ചെടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.